ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈച്ച പാറ്റ ഉറുമ്പിനെയൊക്കെ തുരത്താനുള്ള അടിപൊളി ടിപ്സുമായിട്ടാട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അനി ആൻഡ് ഫാമിലി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റാണ്. അപ്പോൾ പേസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പേസ്റ്റ് ആയാൽ മതിയെന്നേ ഉള്ളൂ. വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ കെമിക്കലൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. നമുക്കും പ്രശ്നങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈച്ചയും പാറ്റി ഉറുമ്പിനെയൊക്കെ തുരത്താനും സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ സ്റ്റിഫാൻ ഷൈൻ്റെ ക്രിസ്പി ഷൈനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ പശ ഏതെങ്കിലും എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരല്പം മാത്രം മതി കേട്ടോ, അല്പം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഓരോരോ ഐറ്റംസായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല യൂസ്ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അടുത്തതായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കിട്ടും. ഈ ഒരു മിക്സിന് നല്ല സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ പാറ്റയായാലും ഈച്ചയായാലും ഉറുമ്പൊക്കെയാണെങ്കിൽ നമ്മുടെ ജനലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഡോറിൻ്റെ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ കെമിക്കൽസൊന്നും അല്ലാത്തത് കൊണ്ട് കുട്ടികളുള്ള വീട്ടിലായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു ബോട്ടിലേക്ക് ഇതാക്കിയിട്ട് യൂസ് ചെയ്യാണ് വേണ്ടത്. നന്നായിട്ട് ചെയ്യണ്ടോ, മിക്സായി വന്നപ്പോൾ തന്നെ നല്ല കളറ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മതി, ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നീട് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സാണ് നമ്മുടെ പാറ്റയായാലും ഈച്ചയായാലും ഉറുമ്പിനെയൊക്കെ നമുക്ക് തുരത്താൻ സാധിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി മിക്സ് ആയിട്ടുണ്ട്. കുറേ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോഴേ നമ്മൾ ഈ ഭിത്തിയിലൊക്കെ തളിക്കുവാണെങ്കിൽ കളർ വരും. അതുകൊണ്ടാണ് ഓവറായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കരുതെന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇത്രയും മതി. ഇതാകുമ്പോൾ അത്ര പാടൊന്നും വരത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളിത് ആവശ്യമുള്ള പോലെ ഉപയോഗിക്കുക. പിന്നെ ഡെയിലി ഉണ്ടാക്കി ഉപയോഗിക്കുന്ന കേട്ടോ എപ്പോഴും ബെറ്റർ, അതിൻ്റെ സ്മെല്ലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂണ് ഉപ്പാണ് എടുക്കേണ്ടത്. കല്ലുപ്പോ പൊടിയുപ്പോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് മാത്രം എടുത്താൽ മതി. അടുത്തതായിട്ട് എടുക്കേണ്ടത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ പേസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഒരല്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഈ പേസ്റ്റ് അല്പം ഇട്ടതിന് ശേഷം കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ. അപ്പോൾ ഏത് പേസ്റ്റാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതാണ് നല്ലത്. പിന്നെ നമ്മൾ ഈ കോൾഗേറ്റിൻ്റെ പൗഡറിനേക്കാളൊക്കെ കുറച്ചുകൂടി നല്ലത് പേസ്റ്റാണ് കേട്ടോ. പേസ്റ്റ് എടുത്തിട്ട് ഈ ഉപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇത് മിക്സ് ആവണം. അപ്പോൾ ഇത് ഇതുപോലെ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇതിനകത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കംപ്ലീറ്റ് ഈ പേസ്റ്റൊക്കെ ഇതിനകത്ത് പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ എവിടെയാണോ ഉറുമ്പ് പാറ്റ ഈച്ചയൊക്കെ ഉള്ളത് ആ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ, ഒരു പഴയ പാത്രത്തിലോ ഒരു ചിരട്ടയിലോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഭാഗത്ത് കൂടി വരുന്ന ഉറുമ്പിൻ്റെ ശല്യം കംപ്ലീറ്റ്ലായിട്ട് മാറിക്കിട്ടും കേട്ടോ. എപ്പോഴും നല്ലതൊരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ വെറുതെ വിതറി കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ഇതുങ്ങളെയൊക്കെ ഓടിക്കാൻ നമുക്ക് വീട്ടിൽ വരുന്ന ശല്യം മാറിക്കിട്ടും കേട്ടോ. ഇതേപോലെ നല്ലതായിട്ട് മിക്സായി വരണം. ഇപ്പോൾ കണ്ടോ, ഉപ്പിന് ഒരു റെഡ് കളർ പോലെ വന്നിരിക്കുക. പേസ്റ്റ് ഇപ്പം എൻ്റെ റെഡ് കളർ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പേസ്റ്റ് വൈറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോളൂ. ഓക്കെ, ഇപ്പം മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം. മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമ്മൾ വിനെഗറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു സ്പൂണ് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരൊറ്റ സ്പൂണ് മാത്രം മതി കേട്ടോ. അപ്പോൾ വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ വിനാഗിരി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല ബ്രാൻഡാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് വിനാഗിരി ഉണ്ടെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ നാടനൊന്നും എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല, ടിപ്സൊക്കെ ചെയ്യാനല്ലേ. അപ്പം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വിനെഗർ മതി. അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ടതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദേ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് കൂടാതെ നമുക്ക് ഇതിനകത്ത് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ പേസ്റ്റാണ്. നമുക്ക് പേസ്റ്റും കൂടി ഒരു അല്പം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരല്പം പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കണ്ടോ, അത്രയും മതി, ഒത്തിരി ഒന്നും വേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ചൂടുവെള്ളമാകുമ്പോൾ ഇത് പെട്ടെന്ന് മിക്സാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് മിക്സാക്കിയതിന് ശേഷം ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളകുന്നുണ്ട്. അപ്പോൾ ഉപ്പും വിനാഗിരിയും പേസ്റ്റും കൂടിയൊക്കെ നന്നായിട്ട് മിക്സാക്കി വരുന്ന ആ ഒരു മിക്സാണ് ശരിക്കും നമ്മൾ
ഈച്ചയിലും പാറ്റയിലും ഉറുമ്പിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തുരത്താൻ പറ്റുന്നത്. ഇത് കണ്ടോ നല്ല രീതിയിൽ മിക്സായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോൾട്ടൊക്കെ കംപ്ലീറ്റ് മിക്സായി പേസ്റ്റും ഒക്കെ മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലേക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇന്നോ നാളേക്ക് യൂസ് ചെയ്യുന്ന തരത്തിൽ വേണം കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടാക്കി കുറേ ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് കംപ്ലീറ്റ് പോവും. അപ്പോൾ നമ്മൾക്ക് പ്രയോജനം ഉണ്ടാവാതെ വരും കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇതൊരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നമുക്ക് ഈ ഈച്ചയുടെയും പാറ്റയുടെ ഉറുമ്പിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത 4ാമത്തെ ടിപ്പിലേക്ക് പോവാം. 4ാമത്തെ ടിപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഡോക്ടർ വാഷ് സോപ്പാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ വാഷിൻ്റെ സോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സോപ്പ്, ഒരു ഡിഷ് വാഷിന് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ ക്ലോത്ത് വാഷിങ് ഏതെങ്കിലും ഒരു സോപ്പ് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്കൊരു പീസ് വേണം ഇതിനകത്തുനിന്ന്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണം. അപ്പോൾ ഞാനിതിപ്പോൾ ഉപയോഗിക്കേണ്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ കവറോട് തന്നെ എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് നമുക്കതേ ഒരു സ്ലൈസ് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്കിതിനെ ഇതിലോട്ട് ഓരോരോ ഐറ്റംസായിട്ട് ചേർത്ത് കൊടുക്കണം. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു ടിപ്പാണിത്. വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് കേട്ടോ ഈ ഡോക്ടർ വാഷ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ. ഈ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. ഈ സോപ്പിനെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഓടിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ചെറുതായിട്ട് പീസസ് ആക്കിയിട്ടാൽ പെട്ടെന്ന് മെൽറ്റാക്കി ഇടും. പക്ഷേ തിളച്ച വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഒന്ന് കുതിർന്ന് വരുമ്പോൾ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സോൾട്ടാണ് കേട്ടോ. ഒരല്പം ഉപ്പ് ചൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോണ ഉപ്പാണ്. ഉപ്പ് ഒരു കുറച്ച് മതി കേട്ടോ, ഒരു സ്പൂൺ തന്നെ വേണ്ട. എന്നിട്ട് നല്ല രീതിയിൽ ഇട്ടതിന് ശേഷം ഇതും ഉപ്പും മെൽറ്റ് ആവുന്ന തരത്തിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ സോപ്പിൻ്റെ ആ മിശ്രിതത്തിലോട്ട് ഉപ്പും കൂടിയായിട്ട് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടണം. മിക്സായി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ഉദ്ദേശിക്കുന്ന പോലെ കട്ടയിട്ടൊക്കെ അതിനകത്ത് കിടക്കുവാണ്, അലുത്തൊന്നും പോയില്ലെങ്കിൽ ശരിയാകത്തില്ല. അടുത്തതായിട്ട് നമ്മുടെ പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ട. പേസ്റ്റ് ഒരല്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് ചേർക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരല്പം ചേർത്താൽ മതി, ഒത്തിരിയൊന്നും ചേർക്കണ്ട. ഒരല്പം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം കേട്ടോ. മിക്സാക്കി എടുക്കുമ്പോൾ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നല്ലതായിട്ട് മിക്സായി കിട്ടുന്ന തരത്തിലേക്ക് ആക്കിയെടുക്കണം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ചെയ്യുമ്പോൾ ടിപ്സുകളൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് എടുക്കുന്ന പാത്രങ്ങളൊക്കെ എപ്പോഴും പഴയ പാത്രങ്ങൾ മാത്രം എടുക്കുക. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനം പിന്നെ നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ എടുക്കുവാണെങ്കിൽ അതിന് സ്മെല്ലൊക്കെ ഉണ്ട്. ചില സാധനങ്ങൾ നമ്മൾ എടുക്കുന്ന ഇപ്പോൾ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അല്ലാത്തപ്പോൾ ഉപ്പായാലും നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കത്തില്ലല്ലോ. പിന്നെ വല്ല സോപ്പ് പൊടിയോ സോപ്പോ ഒക്കെ ആണെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറേ സമയം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് പിന്നീട് എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായി വരും കേട്ടോ. നമ്മുടെ ഫുഡിലൊക്കെ ആയും. പിന്നെ എടുക്കേണ്ട വിനെഗറാണ് കേട്ടോ. വിനെഗറും ഒരല്പം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഒരല്പം ക്വാണ്ടിറ്റിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയേ. ഇനി നിങ്ങൾ ഇതിനെ നന്നായിട്ട് മിക്സാക്കി എടുത്താൽ ഈ ഒരു മിശ്രിതം നിങ്ങൾക്ക് ഏത് ബോട്ടിലേക്കാണോ ആക്കി എടുക്കേണ്ടത് ആ ബോട്ടിലേക്ക് ആക്കിയിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഇത്രയും ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഒരു ചെറിയൊരു പാത്രത്തിലൊക്കെ ചെയ്യാവുന്ന തരത്തിൽ ചെയ്താൽ മതി. സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലായിടത്തും സ്പ്രേ ആയിട്ട് വീണോളും. അപ്പോൾ നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.